ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് മസ്കറ്റിൽ നിന്ന് ജോസ് ബ്രദറാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തലമുറയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയും അതേപോലെ തൻ്റെ ഈ ഇപ്പോഴുള്ള ജോലിയിൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നതിനായി, ഉയർച്ച വെളിപ്പെടുന്നതിനായിട്ട് എന്ന് പറഞ്ഞാൽ ആ ജോലി സ്ഥാപനത്തിന് പുതിയ ഓർഡറുകൾ ലഭിക്കേണ്ടതിനായിട്ട് താൻ പ്രാർത്ഥനാ വിഷയമായി ചോദിക്കുന്നു. അല്ലെങ്കിൽ ആ മകൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്, അല്ലെങ്കിൽ ആ ഉന്നതമായ മാർഗിൽ തൻ്റെ പരീക്ഷയിൽ പാസ്സാകേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ തലമുറയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്കണം. കാരണം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, സുവിശേഷത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഈ ഭൂമിയിലും സ്വർഗത്തിലുമുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമെന്നുള്ളതാണ്. എങ്കിൽ കണ്ണുകൾ അടച്ചാട്ടെ. ആർക്കും കടക്കാരനല്ലാത്ത ദൈവം ഈ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ജോസ് ബ്രദറിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വൈഫിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും അങ്ങ് കരുതണം ഒപ്പ. പ്രത്യേകിച്ച് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകിയാൽ കർത്താവേ, കുടുംബം ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ മകനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയും പരിശുദ്ധാത്മാവ് സകലതും അല്ലെങ്കിൽ വഴി നടത്തി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ, സകലതും ഉപദേശിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോസ് ബ്രദറിൻ്റെ കമ്പനിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കമ്പനിയിൽ പുത്തൻ ഓർഡറുകൾ അങ്ങ് കൊടുക്കുവാൻ പോകുന്നതിനായി, അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അങ്ങ് മാനിക്കുന്ന ദൈവമാകിയാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് പറഞ്ഞ ആ വചനം ഈ കുടുംബത്തിനകത്തോട്ട് വെളിപ്പെട്ട് വരട്ടെ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിള്ളേരെ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം എന്നത് വിഷയത്തിനകത്ത് ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾ കേൾക്കണമെന്ന് ഓർപ്പിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊടുക്കുന്നതുമായ കർത്താവിൻ്റെ തിരുവചനം ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നവരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, കഴിഞ്ഞ 6 വർഷവും 4 മാസവുമായി ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപയാൽ ഈ എപ്പിസോഡിൽ വരുന്ന എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഓരോ ദിവസത്തെ എപ്പിസോഡിലുകളും ദൈവത്തിൻ്റെ കരുതലുകൾ വെളിപ്പെടുത്തും. എങ്കിൽ നിങ്ങളിന്ന് ചാനൽ മാറ്റാതെ നിങ്ങൾ ഈ വരുന്ന 20 മിനിറ്റുകൾ ശ്രദ്ധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇന്നത്തെ വചനം നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തെ തൊട്ടിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. എങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കുന്നവർ പലരും ഒരുപക്ഷെ എന്നെ ദേഷ്യത്തോടായിരിക്കാം നോക്കുന്നത്. നിങ്ങളുടെ അറിവിൽ യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നായിരിക്കാം. എന്നാൽ എനിക്ക് മനസ്സിലായതും ഞാൻ പഠിച്ചതുമായ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. എങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വസിക്കുന്നവർ നശിക്കത്തില്ലെന്നുള്ളതാണ് പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഒന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. ചിലവരല്ല, ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടയാളായിക്കോട്ടെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കാരണം സങ്കീർത്തനം 107-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റിയും അവരെ സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോൾ വിശ്വസിച്ച് സൗഖ്യമാക്കുകയും കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്ന ഒരു വലിയവനായ ദൈവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു. എബ്രായലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിൻ്റെ പ്രത്യേകത ഇത് ജീവനും ചൈതന്യമുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഈ വചനത്തെ കേൾക്കുമ്പോൾ ഒരു സാധാരണ ഫിലിം കാണുന്നത് പോലെയോ ഒരു സീരിയൽ കാണുന്നതല്ല, പ്രാർത്ഥനയോടാണെങ്കിൽ ഇതിനകത്തുനിന്നൊരു ജീവൻ നിങ്ങളുടെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്ന് അങ്ങനെ ഒരു വിഷയമാണ് നമ്മൾ കേൾക്കുന്നത്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന നല്ല പിതാവ് എന്നുള്ള വിഷയമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കഴിഞ്ഞ എപ്പിസോഡ് വളരെ വിലയുള്ളതായി കണ്ടു. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചു എന്നുള്ളത്. ആ വിലയുള്ള രക്തത്താൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ വിലയുള്ളവനാണ്? നിങ്ങൾക്ക് ഈ മെസ്സേജ് അത് മിസ്സാകുന്നുണ്ടെങ്കിൽ
താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ കൊടുക്കുന്നു. എല്ലാ മെസ്സേജുകളും ഇവിടെ അപ്ലോഡ് ആകുന്നതുകൊണ്ട് നിങ്ങളത് മറ്റുള്ളവരെയും കൂടെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. കുറിവാക്യം മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങളാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കും എന്നുമായി നിങ്ങൾ വിചാരിക്കപ്പെടരുത്. 32-ാമത്തെ വാക്യം, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന, നമ്മളെ വിലയായി കാണുന്ന, അല്ലെങ്കിൽ അതിന് മുകളിലത്തെ വാക്യം പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയെ പോറ്റി പുലർത്തുന്ന പിതാവ് അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതവും വിലയേറിയവരാണെന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, വിലയുള്ള രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. എങ്കിൽ ഇന്ന് യേശു ക്രൂശിൽ കയറിയതിൻ്റെ ആഴം ഒന്ന് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്തു ദിനം, എന്തു കുടിക്കുമെന്നുള്ളതിൻ്റെ എന്തെടുക്കുമെന്നുള്ളത് ജാതികൾ അന്വേഷിക്കുന്നെന്ന് പറയുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവൻ കരുതുമെന്നും അവൻ കാൽവരി ക്രൂശിൽ വില കൊടുത്തത് അതിനു വേണ്ടിയാണെന്നുള്ള സത്യം നിങ്ങൾ അറിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥനയോടാണെങ്കിൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തുറന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ. ഈ വാക്യം വളരെ വിലയുള്ള വാക്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും ഹല്ലേലൂയ അവൻ ദരിദ്രനായി തീർന്നത് ഞാനും സമ്പന്നരാകേണ്ടതിനാണെന്ന് ഉള്ള കൃപ നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പല ആൾക്കാരും ഇതിനെ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗം മുകളിലും താഴെയുമായി ആഴമായി പഠിച്ചു നോക്കുന്നവർക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ദാരിദ്ര്യം എന്നുള്ള വിഷയം തന്നെ അവിടെ തൊടുന്നത്. ഹല്ലേലൂയ. കാരണം ഇതൊരു സാമ്പത്തിക വിഷയത്തിനകത്ത് ഹല്ലേലൂയ സാമ്പത്തിക സഹായത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അനുഭവമാണ്. ദൈവത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന വാക്യമാണിത്. ഇന്ന് ഈ വാക്യം ഇതേപോലെ ശ്രദ്ധിക്കുന്നവർ ഇന്ന് നിങ്ങൾ ഇതിൻ്റെ ആഴം കേൾക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ ആ വാക്യം എങ്ങനെയാണ്? നമ്മൾ സമ്പന്നരാകേണ്ടതിന് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇതിൻ്റെ ആഴം എനിക്കൊന്ന് അറിയണമെന്നുള്ളത്? കാരണം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഒരുത്തിന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഞാൻ നിങ്ങളുടെ ഒരു തെളിവിന് വേണ്ടിയായി വാക്യം വായിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുക എന്നുള്ള വിഷയമാണ് താഴോട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്കിൽ കറക്റ്റ് ദാരിദ്ര്യത്തെക്കുറിച്ച് തന്നെ ഈ വാക്യം വരുന്നത്. അപ്പോൾ ദൈവത്തിന് കൊടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് തന്നെയാണ് താൻ പറയുന്നത്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, യേശു ദരിദ്രനായത് കാൽവരി ക്രൂശിലാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, മരത്തിൽ മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം മുഴുവൻ വലിയ ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ശാപത്തിന് കീഴിലേക്ക് വരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലേക്ക് വരും. കാരണം ആവർത്തന പുസ്തകം 28-ാം അധ്യായം അനുഗ്രഹവും ശാപത്തെയും വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മുടെ കുറിവാക്യം മറക്കരുത്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നായി നിങ്ങൾ വിചാരിക്കപ്പെടരുത്. ഇവയൊക്കെയും ജാതികളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ എന്തു തിന്നും, എന്തു കുടിക്കും, എന്തൊടുക്കും എന്നുള്ളത് ഒരു ശാപമാണെന്നുള്ളത് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കൾ ആരാധിച്ചും സന്തോഷിച്ചും ജീവിക്കേണ്ടവരാ. കാരണം നമ്മളുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 47-ഉം 48-ഉം വാക്യങ്ങളിലേക്ക്, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിൻ്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയത്തോടും കൂടെ സേവിക്കായക കൊണ്ട്. 48-ാമത്തെ വാക്യം, യഹോവ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. ഈ 2 വാക്യങ്ങൾ ശാപത്തെ വിളിച്ച് കാണിക്കുന്ന വാക്യങ്ങളാണ്. ഞാനിത് ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സമൃദ്ധി ഹേതുവായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നത് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനമാണ്. എന്നാൽ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിൻ്റെ വാക്യത്തിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ രാജ്യത്തിന്, ദൈവരാജ്യത്തിന്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവർ
ഒരിക്കലും ലജ്ജിച്ചു പോയതായി ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ പുസ്തകത്തിൽ 48:10 പറയുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന 48-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. അപ്പോൾ ഇവിടെ കാണുന്നത്, നിൻ്റെ നേരെ അയക്കുന്ന ശത്രുവിനെ 1 നീ വിശപ്പോടും, 2 നീ ദാഹത്തോടും, 3 നീ നഗ്നതയോടും കൂടെ സേവിക്കും. എന്നിട്ട് പറയാം, നിന്നെ നശിപ്പിക്കും വരെയും ഒരു ഇരുമ്പ് നുകം നിൻ്റെ കഴുത്തിൽ വയ്ക്കും. ഹല്ലേലൂയ. ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇത് വീണ്ടും തൊടും. എന്നാൽ ആ പുതിയ നിയമത്തിലെ വാക്യം കൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ പോകുക. യേശു തൻ്റെ വാമൊഴിയിൽ പറഞ്ഞു, നിങ്ങൾ എന്തു തിന്നും, എന്തു കുടിക്കും, എന്ത് ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കപ്പെടരുത്. ഇതൊക്കെ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നല്ലോ. കാരണം 6-ാം അധ്യായം മുഴുവൻ പിതാവിൻ്റെ കരുതലാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച, സ്വന്തം രക്തത്തിൽ വീണ്ടെടുത്ത ആ വലിയവനായ ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നുള്ളത് ഉറപ്പാണ്. വാക്യം നിങ്ങൾ മറക്കരുതേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും തരുമെന്ന. എങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ, എല്ലാ മേഖലയിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം, നീ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ യേശു കാൽവരി ക്രൂശിൽ വില കൊടുത്തത്. നിങ്ങൾ നോക്കിയേ, ഈ ശാപവാക്കുകൾ, നീ ഹല്ലേലൂയ, നിൻ്റെ നേരെ വരുന്ന ആ ശത്രു, നീ അവൻ്റെ മുമ്പിൽ വിശപ്പോടും ദാഹത്തോടും നഗ്നതയും കൂടെ നിന്നെ തന്നെ മുഴുവൻ നശിപ്പിക്കും വരെയും നിൻ്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നൂകം കൂടെ വയ്ക്കും. അപ്പോൾ എന്തു തിന്നുമെന്നുള്ളതാണ് ഹല്ലേലൂയ വിശപ്പെന്ന് കാണിക്കുന്നത്, എന്തു കുടിക്കും എന്നുള്ളതാണ് ദാഹമെന്ന് കാണിക്കുന്നത്, ഹല്ലേലൂയ എന്തുടുക്കുന്നുള്ളതാണ് നഗ്നതയെന്ന് കാണിക്കുന്നത്. ഈ ശാപവാക്ക് തന്നെയാണ് ഹല്ലേലൂയ ഇവിടെ പുതിയ നിയമത്തിൽ യേശു പറയുന്നത്. ഇവയൊക്കെയും ജാതികൾ പലരും ശാപത്തിൻ്റെ കീഴിലാണെങ്കിലും അവൻ്റെ മക്കൾ ആ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടെന്നുള്ള സത്യം നിങ്ങൾ അറിയുകയാണ്. യേശു ക്രിസ്തു ആ ക്രൂശിൽ ദരിദ്രനായത് നമ്മളുടെ സമ്പന്നതയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഈ ശാപത്തിന് വേണ്ടിയാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനേവനും ശപിക്കപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. യേശു അങ്ങനെ ന്യായപ്രമാണത്തെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാകാൻ പോവുകയാണ്. കാൽവരി ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കുമോ? അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ആഴം ഒന്നുകൂടെ ഞാൻ തൊടും. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറഞ്ഞാൽ, ഒരു മുള്ളുകൊണ്ടൊരു കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു, അവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു എന്ന് പറയുകയാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, പടയാളികൾ അവൻ്റെ വസ്ത്രം പങ്കിട്ടതായിട്ട്. അടുത്ത എപ്പിസോഡിൽ ഞാൻ ആഴം തൊടും പ്രിയരെ. നിങ്ങൾ നോക്കി, കാൽവരി ക്രൂശിൽ അവൻ ധൂമവസ്ത്രം ധരിച്ച് അവൻ ഉടുത്തിരുന്ന വസ്ത്രം അവൻ ഉരിഞ്ഞെടുത്തു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും എന്തുടുക്കും എന്നുള്ള വിഷയത്തിനകത്ത് അവൻ കാൽവരി ക്രൂശിൽ അവൻ്റെ വസ്ത്രം ശത്രുക്കൾ പങ്കിട്ടെടുത്തു. ഹല്ലേലൂയ. യേശു ആ അനുഭവത്തിലൂടെ കടന്നുപോയത് നിങ്ങളും ഞാനും സമ്പന്നരാകേണ്ടതിനായിട്ടാണ്. എന്തു കുടിക്കുമെന്നുള്ളതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ശാപവാക്കെന്ന് പറയുന്നത്, നിങ്ങൾ ദാഹത്തോടും നഗ്നതയോടും വിശപ്പോടും കൂടെ ശത്രുവിൻ്റെ മുമ്പിൽ അവസാനിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ദാഹിക്കാതിരിക്കേണ്ടതിന് ക്രൂശിൽ 6 മണിക്കൂർ അതേ സ്വന്തം പുത്രൻ വില കൊടുക്കുമ്പോൾ 5 മണിക്കൂറുകൾ കഴിയുമ്പോൾ അതാ സകലതും നിവൃത്തിയായെന്ന് കേട്ടിട്ട് അവൻ ക്രൂശിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, എൻ്റെയും നിൻ്റെയും വേദനയിൽ സ്വന്തം വസ്ത്രത്തെ ഹല്ലേലൂയ ശത്രുക്കൾ പങ്കിട്ടെടുത്തു. ഹല്ലേലൂയ. എൻ്റെയും നിൻ്റെയും വേദനയിൽ ഹല്ലേലൂയ ആ ദാഹം മാറേണ്ടതിനായിട്ട് ആ ക്രൂശിൽ അവൻ ദാഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ അവൻ ആ ക്രൂശിൽ ഞെരുങ്ങുകയായിരുന്നു 3 ആണികളിൽ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തിൻ്റെ കൂടെ ആ കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കിയിട്ട് പ്രാർത്ഥനയോടായിരിക്കുമെങ്കിൽ ചെറിയൊരു സാക്ഷ്യത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കടന്നു വന്നാട്ടെ. മോൾക്ക് ഈ മോളെ പ്രസവിച്ചതിന് ശേഷം തൈറോയ്ഡ് കൂടുതലായിരുന്നു. സർജറി ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. എന്നാൽ പാസ്റ്റ് കഴിഞ്ഞ മാസം അപ്പോൾ അവൾ ഇതുപോലെ പാസ്റ്റിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പാസ്റ്റ് എനിക്ക് ഇങ്ങനെ തൈറോയ്ഡ് കൂടി ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ്, വീക്കവും ഉണ്ട്, അതുപോലെ തന്നെ മാസം തോറും ആവുന്ന പീരീഡ് ആവുന്നതുമില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വന്ന് മോൾ ഇവിടെ ഇരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞ്, ഇന്ന് ഈ തൈറോയ്ഡ് നിന്നെ സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറയുന്നു, ഒരു 0 പോലും
0% അങ്ങനെ പോലും ഇല്ല. ഇനി ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആ പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ അവൾക്ക് തുടർച്ചയായിട്ട് പീരീഡ് തുടങ്ങി. ആ കഴുത്തിലുള്ള പിന്നെ ആ വീക്കവും എല്ലാം കുറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പം എല്ലാ ഭക്ഷണവും നല്ല രീതിയിൽ കഴിക്കാനും പറ്റുന്ന കർത്താവിന് നന്ദി. വിശ്വസിക്കുന്നവർ സാധാരണ സാക്ഷ്യമല്ല ഇത്. തൈറോയിഡിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാ, അതിനകത്ത് ദൈവപ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ഡോക്ടർ എന്തോ പറഞ്ഞു? 2 ഡിസ്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 ഡിസ്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 രൂപ തൊട്ട് പോലെ ഇരിക്കുന്ന ഡിസ്കാണ്, അത് മേടിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ചെന്നങ്ങ് കിടക്കുക, ഒരേ കിടപ്പിൽ കിടന്നു പോകണം, അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും പറ്റാതായിപ്പോയി. എല്ലാം എൻ്റെ ജീവിത പങ്കാളിയാണ് ചെയ്തു തരുന്നത്. എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് നല്ലപോലെ സാക്ഷ്യം പറയണം. ഈ സാക്ഷി അടുത്ത സാക്ഷി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് ഡോക്ടറാണോ പറഞ്ഞത്, എവിടാണോ പറഞ്ഞത്, അവരോട് പറയണം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ അടയാളം ഇവിടെ ഞങ്ങൾ ഓർക്കിയ ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ, ധൈര്യമായിട്ടൊന്ന് കുനിഞ്ഞേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി, വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി, വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി, വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി. ഞാൻ പല സഭകളിലും പോയി, പക്ഷേ ഇതുപോലെ ഒരു അത്ഭുതം എനിക്ക് നടന്നിട്ടില്ല. യേശു ചെയ്ത അത്ഭുതത്തിനായി ഞാൻ നന്ദി പറയുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് കുനിയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കിറ്റി കൂടെയാണ് കയറി വന്നത്. എനിക്ക് കുനിയാനും പറ്റുമോ നൂരാനും പറ്റൂലായിരുന്നു. എൻ്റെ ദേവദാസൻ എന്നെ വിളിച്ച്, ഞാൻ ദേവദാസനോട് എല്ലാം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിച്ച്. പക്ഷെ ഇപ്പം ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ സകല ജോലി ഞാൻ ചെയ്യുന്നു. എനിക്ക് കിടത്തയില്ല, ഓട്ടമാണ് കർത്താവേ, എനിക്ക് ഓട്ടമാണ്. കഴിഞ്ഞ 5-5.5 വർഷം കൊണ്ട് ഉണ്ടായിരുന്ന എൻ്റെ ഉദര സംബന്ധമായ അസുഖം, കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാനൊക്കില്ല. ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാൽ ഈ മകൻ പറയുന്നത് എന്തൊക്കെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു? എനിക്ക് പയറ്, കടല, മുട്ട, ഇറച്ചി ഒന്നും കഴിക്കാനൊക്കത്തില്ല. എണ്ണ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇപ്പം വെറും പുളിശ്ശേരിയും ചോറും മാത്രം. അതായത് എൻ്റെ ആഹാരം പുളിശ്ശേരിയും ചോറുമായിരുന്നു. പിന്നെ എന്നാൽ ഇപ്പോൾ എന്തുവായിരുന്നു സംഭവിച്ചേക്കുന്നത്? കഴിഞ്ഞ ഏപ്രിലാണ് ഞാനിവിടെ വരുന്നത്. പ്രാർത്ഥിച്ച ആദ്യ ദിവസം തന്നെ എനിക്ക് ആ അസുഖം മാറുക മാത്രമല്ല, ഞാനിപ്പോൾ എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ വിധത്തിലെ ആഹാരം കഴിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ വയറ്റിന് അസ്വസ്ഥതകളില്ല. വിശ്വസിക്കുന്നവർ ആഹാരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. മെഡിക്കൽ സയൻസിന് അത്ഭുതമാണ്. ആ പ്രിയ അമ്മച്ചിയെ എനിക്ക് തോന്നുന്നു എത്ര മാസം തളർന്ന് കിടന്നിട്ടുണ്ട് ബ്രദറെ? തരികം ബ്രദറോട് 4 വർഷമായി. 4 വർഷമായി. 3 കഴിഞ്ഞ് 4-ാം വർഷം. അമ്മച്ചിയെ ഒന്ന് എണീപ്പിച്ചു കൊണ്ടുവന്നേ. അമ്മച്ചിയെ എണീപ്പിച്ചു കൊണ്ടുവന്നേ. അത് നടന്നു പോരെ, പതുക്കെ പിടിച്ചാൽ മതി. ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പം ശ്വാസം മാത്രമേ ഉള്ളൂ ഈ അമ്മച്ചിക്ക്. ഒരു രീതിയിലും എണീറ്റിരിക്കത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് ഇത്രത്തോളം സ്ഥിതിക്ക് മാറ്റം കൊണ്ടുവന്നു. അമ്മച്ചിയോട് ചോദിച്ചേ, എത്ര വർഷമായി അമ്മച്ചി? അമ്മച്ചി മൈക്ക് കൊടുത്തേ. 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷം വന്നു. 4 വർഷം. 4-ാം വർഷം വന്നു. 4-ാം വർഷം വരെ തളർന്നു കിടന്ന അമ്മച്ചി ഇന്ന് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. വിശ്വസിച്ചുകൊണ്ട് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കുഞ്ഞമ്മയുടെ അവിടെ കരോണിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് മോൻ്റെ കാല് ബൈക്കിൻ്റെ വീലിൻ്റെ ഇടയിലായിപ്പോയി. കാല് തട്ടിയപ്പോഴത്തേക്ക് ഇറങ്ങി കാല് വലിച്ചിക്കാനിങ്ങ് എടുത്തു. പക്ഷേ കാൽപ്പത്തി മുഴുവൻ അതിനകത്ത് പോയെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ജയിച്ചത് കാൽപ്പത്തി പോയെന്നാണ് ജയിച്ചത്. പക്ഷേ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല, ചെരുപ്പ് മാത്രമാണ് അതിനകത്ത് കിടന്ന് കറങ്ങി. കാല് വേറെ ഇത്രയും ചെറിയ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലെന്തെങ്കിലും പൊട്ടലുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ നേറ്റി ഹോസ്പിറ്റലിലോട്ട് വന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ്, പിന്നെ ഇവന് എല്ലിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ അനിയത്തി ഇങ്ങനെ ഒരു ഇതിൻ്റെ പ്രയറിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് അവിടെ പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എല്ല് പൊട്ടലില്ല, എനിക്ക് പോകാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മടിച്ചാണെങ്കിലും ചേട്ടൻ പറഞ്ഞ് എനിക്ക് അങ്ങനെ പോവാം എന്ന് പറയും. പക്ഷേ അവിടെ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ല് പൊട്ടലില്ല എന്ന് അവിടെ പറഞ്ഞ്
ഈ ആരാധനയ്ക്ക് വരാൻ തീരുമാനമെടുത്ത അല്ലേ? അങ്ങനെ എന്തായാലും ഇവിടെ വരാമെന്ന് തീരുമാനമെടുത്തു. കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. ഈ കുഞ്ഞിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്തതിനായി നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ ആരാധനയ്ക്കാണ് ഞാനിവിടെ വന്നത്. ഞങ്ങളൊരു കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളാണ്. അപ്പം നമുക്കിങ്ങനെയുള്ള പ്രാർത്ഥനയിൽ ആത്മീയത ഉണ്ടാവില്ല പെട്ടെന്ന്. എങ്കിലും ഈ ആരാധനയിൽ പങ്കെടുത്ത് ബ്രദർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എനിക്ക് എല്ലിൻ്റെ തേയ്മാനങ്ങളുണ്ട്, ഞരമ്പിനൊക്കെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വേദന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബ്രദർ എനിക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കതങ്ങ് മാറി. അന്ന് മുതൽ ആ വേദന ഇല്ലിപ്പം. വേദന ഈ വലത് കൈയിൽ എന്തെങ്കിലും ഭാരം എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് വേദന വരും, അല്ലാതെ ഇല്ല. ഇപ്പോഴില്ല. കർത്താവ് സൗഖ്യം തന്നു. കർത്താവ് നിലനിൽക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. പ്രിയരെ, ഈ വചനത്തിൻ്റെ ആഴം നിങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ ശ്രദ്ധിക്കണം. കാരണം അനേകർക്ക് മറവായി കിടക്കുന്ന സത്യങ്ങളാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. അനേകർ യേശുവിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. നീ വിലയുള്ളവനാണെന്നും ദൈവരാജ്യത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ഈ പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഇത് നിങ്ങൾക്ക് മിസ്സാകുന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ലൈവ് മെസ്സേജുകൾ കിടപ്പുണ്ട്. അല്ലെങ്കിൽ അതൊത്തിരിയും കൂടെ അനുഗ്രഹമാണ്. എങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ കാൽവരിയുടെ അനുഭവം നിങ്ങളെ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ശാപമായി നിൽക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ശാപം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോവുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞാനിന്ന് പൂർണ്ണമായിട്ടും സാമ്പത്തിക വിഷയത്തിൽ ഞെരുങ്ങുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിൽ അങ്ങയുടെ വസ്ത്രം മുഴുവനായി ശത്രുക്കൾ ഉരിയെടുക്കുന്ന രീതിയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പകരം ഹല്ലേലൂയ അങ്ങ് വില കൊടുത്തല്ലോപ്പാ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ആ ക്രൂശിൽ ദാഹിച്ചല്ലോപ്പാ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ആ ക്രൂശിൽ അങ്ങ് ഞങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ അടയാളത്തെ കാണിച്ചു തന്നു. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സമ്പന്നരാന്ന് പറഞ്ഞു. ഞാനത് ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞാനും വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സമൃദ്ധി ഏറ്റെടുക്കുകയാണ്. സ്വർഗം സമൃദ്ധിയാണ്. സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹവും ഞങ്ങളുടെ മേളിലേക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളും ഓരോ വിധത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേളിൽ ഒരു വിടുതൽ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ കടബാധ്യതകൾ മാറട്ടെ. പ്രോപ്പർട്ടിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിൻ്റെ പണി തീരട്ടെ. അത്ഭുതങ്ങൾ യേശു കഥയല്ലെന്നുള്ളത് പറയുവാൻ ഇവർ ഇപ്പോൾ സാക്ഷ്യത്തിനായി ഒരുങ്ങുകയാണ്. ഞാൻ വ്യക്തമായി കാണുകയാണ്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇവരുടെ മേളിൽ റിലീസായതിനായി സ്തോത്രം. ഞാൻ ഈ സമയത്ത് അനേക പേരുകൾ കാണുന്നു. അതിൽ ലില്ലി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷൈനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ലൂസി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ മിനി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷെല്ലിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഷൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ രാജേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ ജിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യാശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ മഹത്വം ഈ മക്കൾ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് ഓരോ തല കുനിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി അമ്മേ, ഇപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ ശാപം ഓരോ വ്യക്തികളുടെ മേലിൽ നിന്ന് പൊട്ടുന്നതിനായി അഴിഞ്ഞു പോകുന്നതിനായി സ്തോത്രം. യേശു ഇവരെ സ്വതന്ത്രനാക്കുന്നതിനായി അമ്മേ. വാക്യം എങ്ങനെയാണ് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8:36 സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ആ സ്വാതന്ത്ര്യം ഇപ്പോൾ ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെടുകയാണ്. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അതെ വേഗത്തിൽ 65 തുടങ്ങുന്ന നമ്പറിൽ വിളിച്ച് അറിയിച്ചാട്ടെ. ഞാൻ തന്നെയായിരിക്കും അത് റിപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വാട്സാപ്പിൽ ഞാൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം വിളിച്ച് എന്നെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ നിശ്ചയമായി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. എങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുകയാണ്. മറ്റുള്ളവർക്കും കൂടി ഇത് കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ ദിവസവും അപ്ഡേഷനുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. നമുക്ക് 24 മണിക്കൂർ പ്രവർത്തിച്ചു വരുന്നു ഓൺലൈൻ ചാനലുണ്ട് കൃപാവിഷൻ. അത് മറ്റുള്ളവരെയും കൂടെ അറിയിച്ചാട്ടെ. എങ്കിൽ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ മിനിസ്ട്രിയുടെ അനുഗ്രഹം നിങ്ങളാണ്.
ഈ എപ്പിസോഡുകൾ ഇതിലേക്ക് സ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ സമ്പന്നത കാണാൻ പോവുകയാണ്, നിങ്ങൾ അനുഗ്രഹം കാണാൻ പോവുകയാണ്. എപ്പിസോഡിന് വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് തന്നെ വിളിച്ച് നിങ്ങളുടെ എപ്പിസോഡ് ഉറപ്പാക്കിയാട്ടെ. ആ ആവശ്യത്തിൻ്റെ വെളിയിൽ ദൈവത്തിൻ്റെ കരം വരാൻ പോകുന്നു എങ്കിൽ 6 വർഷവും 4 മാസവുമായി സ്വർഗത്തിലെ ദൈവനെ നടത്തിയതിനായി നന്ദി. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് ഞാൻ സ്പോൺസർ ചെയ്ത ജോസ് ബ്രദറിനും കുടുംബത്തിനുമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്നവരെ ഞാൻ ഒരു കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ എവിടെയാണെങ്കിലും ദൂരത്താണെങ്കിലും നിങ്ങൾ വന്ന് അത് അറ്റൻഡ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും ശക്തമേറിയ ആരാധന നടക്കുന്നു. വലിയ വിടുതൽ ശുശ്രൂഷകൾ നിങ്ങൾ കടന്നു വന്നാട്ടെ, അനുഗ്രഹം അനുഭവിച്ചാട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലും നമ്മുടെ ആരാധന നടക്കുന്നു. അവിടേക്കും കൂടെ നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്താട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.